guys, welcome to YOLO. സമയം 6:20 കാണുന്നില്ല അല്ലേ? 6:20. ഞാൻ ജോലി കഴിഞ്ഞ് ഇന്ന് വരാൻ ഇച്ചിരി ലേറ്റായി. വീട്ടിലിതാ വന്ന് കയറി ഇതെങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അപ്പം അതിനൊക്കെ മുമ്പ് എനിക്കിന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി, ചൂടോടുകൂടി എടുക്കാൻ തോന്നി. അതാ ഞാൻ വന്നത്. എന്തായിരിക്കും വിഷയം? ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ഷാരോൺ രാജ് എന്ന 23 വയസ്സുള്ള തന്റെ പ്രണയിതാവിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാറ്റിൻകരയിൽ 22 വയസ്സുകാരിയായിരുന്ന ഗ്രീഷ്മ എന്ന കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം എന്ന വിശേഷണത്തിലേക്ക് നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. ഞാനല്ല, എനിക്ക് തോന്നുന്നു കേരളത്തില് ഒട്ടാകം എല്ലാ ജനങ്ങളും ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പി എന്ന് വെച്ചാൽ ഒരുപാട് ഹാപ്പി. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ TV ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഈ ന്യൂസ് മാത്രമേ കാണാനുള്ളൂ. നാളെ രാവിലത്തെ പത്രത്തിലും മെയിൻ ഹെഡിങ് ന്യൂസ് ഇത് തന്നെ ആവാനാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇമാതിരി വലിയൊരു ശിക്ഷ അതും നമ്മുടെ കോടതിയിൽ നിന്ന് കേൾക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഗ്രീഷ്മ ഷാരോൺ കേസിനെ പറ്റി ഞാൻ പറയൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ലാസ്റ്റ് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ആ പ്രശ്നങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പറയുകയാണെങ്കിൽ കുറേ കഥ പറയാനുണ്ട്. ഗ്രീഷ്മ എന്തായാലും ലാസ്റ്റ് ഷാരോണിനെ കൊന്നു. കഷായത്തിൽ വിഷം കലക്കിയാണ് കൊന്നത്. അതുകൊണ്ട് തന്നെ കഷായം ഗ്രീഷ്മ എന്നൊരു പേരും ഗ്രീഷ്മയ്ക്കുണ്ട്. കേസിനെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഈ വിധിയും ഈ കേസും കാര്യങ്ങളും എന്താണെന്നറിയാം. അപ്പം ആദ്യം തന്നെ എനിക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ ഹാർട്സ് ഓഫ് ടു ദി കേരള അല്ലെങ്കിൽ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാ ചേട്ടന്മാർക്കും അല്ലെങ്കിൽ ചേച്ചിമാർക്കും അല്ലെങ്കിൽ പോലീസുകൾക്കും. കാരണം ഒരു കോടതിയിൽ ഒരു പെൺകുട്ടീനെ തൂക്കിക്കൊല്ലാനുള്ള വിധിയിലോട്ട് എത്തണമെങ്കിൽ അത്രത്തോളം ആ പെൺകുട്ടി ചെയ്തിട്ടുള്ള തെറ്റുവകകൾ ഫുള്ള് അട്ടിക്ക് നിരത്തിയിരിക്കണം. അത് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ പോലീസ് ടീമാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പകുതി മുക്കാൽ കേസുകൾ നോക്കുകയാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആരവൊന്നും താഴോട്ടുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ആരവ് ഇങ്ങനെ കുറയും കൂടും കുറയും കൂടും ഇങ്ങനെയാണ്. പക്ഷേ ഈ ഗ്രീഷ്മയുടെ ഒരു കേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ഹോളിക്കാണ്, ഇൻസ്റ്റഗ്രാം ഹോളിക് അല്ല. യൂട്യൂബിലൊരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിരുന്ന വീഡിയോ നമ്മളിങ്ങനെ കണ്ടുപോവുകയാണെങ്കിൽ ഞാൻ പോലും അറിയാണ്ട് എൻ്റെ വ്യൂ ലിസ്റ്റിലോട്ട് ഗ്രീഷ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് വരും. ഗ്രീഷ്മയുടെ ഫാമിലി അത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു വിധിയിലോട്ട് വരാൻ വേണ്ടി. എസ്പെഷ്യലി ഷാരോന്റെ ബ്രദർ ഈ കേസിന്റെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കോളും കോൺവെർസേഷനും അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഷെയർ ചെയ്ത്. സോ ഐ ആം ഹാപ്പി ദാറ്റ് അവരുടെ ഫാമിലി ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്നു. അമ്മ കരഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ കരച്ചിലിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ശ്രമത്തിനുള്ള ഒരു വിജയം കിട്ടിയല്ലോ എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മൂന്നാമത്തെ കാര്യം, കോടതി ഇങ്ങനെ വിധിച്ചെങ്കിലും നടപ്പിലാക്കണം. നടപ്പിലാക്കിയാലല്ലേ നമ്മൾ ഈ കേരള ജനത മുഴുവൻ ക്ലാപ്പ് അടിച്ചതിനുള്ള ഒരു പ്രതിഫലമാവും. ഇപ്പം നടപ്പിലാക്കുവോ ആക്കില്ലേ എന്നതാണ് ചോദ്യം. കാരണം ഒരു കോടതിയിൽ നിന്നൊരു നിയമം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോർട്ടിൽ ഇതിന് അപ്പീൽ പോവാം. ഹൈക്കോർട്ടും ഇതേ സെയിമാണ് വിധിക്കുന്നതെങ്കിൽ സുപ്രീം കോർട്ടിൽ അപ്പീലിന് പോവാം. സുപ്രീം കോർട്ട് ഇതിന് ഓക്കെ പറയുകയാണെങ്കിൽ ദയാ ഹർജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഗ്രീഷ്മയ്ക്കുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടേ തൂക്കുകയർ എന്നൊരു തീരുമാനത്തിലോട്ടെത്തും. ഇപ്പൊ ഇതേ ഇൻവെസ്റ്റിഗേഷനും ഇതേ കേസ് പ്രൊസീഡിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു തീരുമാനം തന്നെ ഭാവിയിലും എടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം വന്ന തൂക്കുകയർ എന്ന് പറയുന്ന ഒരു വിധി തന്നെ നടപ്പിലാവും എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം അബൌട്ട് ഇതിൻ്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് പ്രണയമാണല്ലേ. ഒന്നെങ്കിൽ ഗ്രീഷ്മ ആളെ ചതിച്ചു, അല്ലെങ്കിൽ ഗ്രീഷ്മ ബ്രേക്കപ്പ് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ആൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പ്രണയം, ഇഷ്ടം എന്നീ പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മളോട്
ആ ഓപ്പോസിറ്റ് പാർട്ട്ണറിന് ഇല്ല എന്ന് പറയുകയാണെങ്കിലോ, അല്ലെ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ട്ണറിൻ്റെ അടുത്ത് എനിക്ക് നിങ്ങളോടുള്ള പ്രണയം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ചേരാത്ത കാര്യങ്ങൾ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്താവില്ല, നേരെ ആവില്ല. അപ്പം ഇന്നത്തെ ഒരുപാട് ചെറിയ പെൺകുട്ടികളുടെ ഇടയിൽ സൂയിസൈഡൽ കേസസും ഡിപ്രഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കേസുകൾ നമ്മൾ റീസെൻ്റ്ലി ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ബാക്കോട്ട് ചിന്തി പോകുമ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പം റിലേഷൻഷിപ്പ് അല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പം ഇങ്ങനെ പ്രണയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെ മുമ്പോട്ട് പോയാൽ റെഡിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ മ്യൂച്വലി റെസ്പെക്റ്റോടുകൂടി പിരിയാൻ ഇനിയെങ്കിലും പഠിക്കുക. ഇനി പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് തെറാപ്പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഓക്കെ ആവാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പ്രാവർത്തികമാണോ നടക്കുമോ നടക്കില്ലേ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കേരളത്തിലെ ഒരു ജനത എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ശിക്ഷാ സംവിധാനം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ്ങറായി അല്ല ഇതുപോലെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കേസസിന് എണ്ണമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ UAE ഉള്ള നിയമമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, ചാട്ടവാറിനിട്ട് അടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ ജയിലിൻ്റെയൊക്കെ കഥ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ജയിലുണ്ടാവുക എന്ന് വെച്ചാൽ അവന് നേരെ നിൽക്കാൻ പറ്റില്ല. അവൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പകുതി കുനിഞ്ഞാണ് നിൽക്കുക. ചാട്ടവാറടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഓരോരുത്തരെ ചാട്ടവാറിനിട്ടിട്ട് ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെ കുറച്ച് അടിയും ചവിട്ടും കുത്തും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കാനുള്ള നമ്മളുടെ ടെൻഡൻസീസ് കുറച്ച് കുറയും. ഇതിപ്പോൾ നമ്മളുടെ ജയിൽ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ പോകുമ്പോഴുള്ള കോലം എന്താണോ അതിൻ്റെ ഒരു 10 ഇരട്ടിയായിട്ടാണ് തിരിച്ചു വരിക. എന്ന് വെച്ചാൽ ശരീരമൊക്കെ വണ്ണം വെച്ച് കളറൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായി തക്കുടൊക്കെ ആയിട്ടാണ് തിരിച്ചു വരിക. കുറച്ച് ജയിലിൻ്റെ ഉള്ളിൽ ചെറിയ പണി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പൈസ വരെ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറക്ഷണൽ സെറ്റിങ്സും അല്ലെങ്കിൽ നമ്മുടെ നിയമമൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ കളിക്ക് പോകുന്ന ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ കളിക്കാനുള്ള ധൈര്യം കുറച്ച് കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, വളരെ ഫാസ്റ്റായിട്ട് കേസുകളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമാണ്. ഇതിപ്പോൾ 2 കൊല്ലത്തിലധികമായി ഗ്രീഷ്മേൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ചൂടോടുകൂടി ചെയ്യുക, ചൂടോടുകൂടി കിട്ടുക, അങ്ങനെയാണ് ഈ കാര്യം തീരും. ഇതിപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഇമോഷൻസ് ഞാൻ പുറത്തോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ കേരളത്തിൽ ഈ കുറ്റങ്ങളുടെ എണ്ണങ്ങൾ കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്താലും ആൾക്കാർ പറയും ജയിലിൽ പോയാൽ എന്താ ഇപ്പോൾ സുഖമല്ലേ, കുറച്ച് ദിവസം അവിടെ ഇരുന്നാൽ ഫുഡൊക്കെ കഴിച്ചെങ്കിൽ തിരിച്ചു വരാം, ഒന്നും വലിയ വിഷയമൊന്നുമില്ല. ഇതാണ് അവസ്ഥ. അപ്പം ഇതിനൊരു മാറ്റം എന്ന രീതിയിലാണ് ഗ്രീഷ്മയുടെ തൂക്കുകയർ വന്നിട്ടുള്ളത്. അതിനി എന്താവും എന്താവില്ല എന്നൊന്നും എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പൻ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഗാന്ധിജീനെ പോലെ ഒരു കരണത്തെ അടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ കാരണം മറ്റൊരാൾക്കും പ്രശ്നം ഉണ്ടാവരുത്, മറ്റൊരാൾ കാരണം നമുക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നന്നായി ജീവിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തും ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ചോറൊക്കെ തിന്നട്ടെ. ടാറ്റാ.